അസ്സലാമു അലൈക്കും. ഇന്ന് ഞാനൊരു മുളക് ചമ്മന്തി കേട്ടോ കാണിക്കുന്നത്. അതിലേക്ക് 3 ശർക്കര, കറിവേപ്പില, വാളംപുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ ജാസ്തി വേണം, ഒരു 100 ഗ്രാം വറ്റൽ മുളകും, ഒരു 100 ഗ്രാം ചെറിയ ഉള്ളി, 5-6 അല്ലി വെളുത്തുള്ളി. ഇനി നമുക്ക് വറ്റൽ മുളക് ഇതെല്ലാം കൂടെ വറക്കാം. അതിലേക്ക് ചീനച്ചട്ടിയിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഓയിലോ എന്തായാലും വെളിച്ചെണ്ണയാണ് ഒന്നും കൂടെ ടേസ്റ്റ് വരിക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചെറിയ ഉള്ളി ഇടാം. ചെറിയ ഉള്ളി കട്ട് ചെയ്യാതിട്ടത് മിക്സിയിൽ അടിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അത് നല്ലപോലെ വഴറ്റി കൊടുക്കണം. നമുക്കിപ്പോൾ ഹോസ്റ്റലിലെല്ലാം കുട്ടികൾക്ക് കൊടുത്തയക്കാനും എല്ലാം നല്ലതാണ്. പിന്നെ ദോശയുടെ കൂടെ, ഇഡ്ഡലിയുടെ കൂടെ ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ ഒരു ഫ്രിഡ്ജിൽ വെച്ചാൽ 1 മാസം വരെ കേടുകൂടാതെ നിൽക്കും. ഇതിൽ തേങ്ങയും ചേർക്കട്ടോ. ഞാൻ തേങ്ങ ചേർക്കാത്തത് മൂക്ക് കൊടുത്തയക്കാനുള്ളത് കൊണ്ടാണ്. അതൊന്നും ഹോസ്റ്റലിൽ ഫ്രിഡ്ജൊന്നും ഉണ്ടാവില്ലല്ലോ. ഇനി അതിലേക്ക് കറിവേപ്പില ചേർക്കുക. വേറെ എന്തൊക്കെയാ വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? പിന്നെന്തൊക്കെയാ, മഴയെല്ലാം ഉണ്ടോ? നല്ല മഴ പെയ്യുന്ന സമയമല്ലേ ഇത്, പക്ഷെ മഴ ഇല്ലല്ലോ. ഇപ്പോൾ ഇവിടെ 2 ദിവസമായി മഴ പെയ്തിട്ട്. ഇനി നമുക്ക് വൃത്തിയാക്കി വെച്ച വറ്റൽ മുളക് അതിലേക്കിട്ട് നല്ല പോലെ മാളിക്കുക കേട്ടോ. എല്ലാം നല്ല മൊരീന്ന തരത്തിൽ മാളിച്ചെടുക്കണം. വാളംപുളി കുരു കളഞ്ഞതാണ് കേട്ടോ. അതും അങ്ങനെ തന്നെ കഴുകി വൃത്തിയാക്കിയിട്ടിടുക. എല്ലാം നല്ലോണം വെള്ളം പോകുന്ന തരത്തിൽ ഒന്നങ്ങ് റെഡിയാക്കി എടുക്കണം കേട്ടോ. ഒന്ന് ഉണക്കി അങ്ങ് എടുത്താൽ അത്രയും നല്ലത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. പിന്നെ എല്ലാത്തിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. വേറെന്തൊക്കെയാ വിശേഷം? എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. വേറെന്തൊക്കെയാ വിശേഷം? എല്ലാവരും ഒന്ന് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യുക. വേറെന്തൊക്കെയാ വിശേഷം? നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഞാൻ ഇത്രയും എത്തിയത്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എവിടെ എത്തിയിട്ടില്ലെങ്കിൽ ഇത്രയും എത്തിയത് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട്. ഒരാൾ പോലും കാണാനില്ലെങ്കിൽ പിന്നെ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. ഇതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കണം കേട്ടോ. അതിലേക്ക് ഉപ്പ് ചേർക്കണേ. ഉപ്പും ശർക്കരയും എല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്കൊരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ശർക്കര നല്ല ശർക്കര കേട്ടോ. എനിക്ക് കിട്ടിയതിൽ കല്ലും മണ്ണൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയുള്ള ശർക്കരയാണ്. ഞാനത് അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. കാരണം കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മാളിച്ചെടുക്കുക. ഇനി നമുക്കത് തണിഞ്ഞതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുക്കാം. മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഞാൻ വിനീഗർ കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അത് കേടാവാതിരിക്കാനാണ്. പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒരിക്കലും അടിക്കരുത്.